ഇനി നമുക്ക് കേരളത്തിലെ കാലവർഷത്തിൻ്റെ വാർത്തകളിലേക്ക് വരാം. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. അതേസമയം നാളെ 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യാദാസ് ചേരുന്നുണ്ട്. രമ്യാദാസ്, വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ അലർട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. നാളെ ഏതാനും ജില്ലകൾ റെഡ് അലർട്ടുണ്ട്. പൊതുവെ എന്താണ് വടക്കൻ കേരളത്തിലെ സാഹചര്യം, രമ്യാദാസ്? വിനോദ്, ഇന്ന് കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിലെല്ലാം ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. കാര്യമായ മഴയില്ല. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളും ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം കോഴിക്കോട് റെഡ് അലർട്ട് ആയിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു, അതിനോടൊപ്പം കാറ്റും ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായി ഇതിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ഇനി നാളെയാണ് ഇതുപോലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 3 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് വരുന്ന 2 ദിവസം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ കാറ്റിന്റെ വേഗത കൂടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശ മേഖലയ്ക്കും അതുപോലെ തന്നെ മലയോര മേഖലയ്ക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശവും അതത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോടിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിലങ്ങാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയുള്ളത്. അതായത് കഴിഞ്ഞ തവണയെല്ലാം ഇത്തരത്തിൽ വലിയ കനത്ത രീതിയിൽ മഴ പെയ്തപ്പോഴെല്ലാം ഉരുൾപൊട്ടിയ മേഖല കൂടിയാണ് വിലങ്ങാട്. അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് വിലങ്ങാടിനുള്ളത്. ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം ജില്ലാ ഭരണകൂടവും അതത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മുൻകരുതലെടുത്തിരുന്നു. നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആ മേഖലയിൽ തന്നെ ഉള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വയനാടാണ്, ഉരുൾപൊട്ടൽ മറ്റൊരു മേഖലയാണ്. അവിടെയും ഇത്തരത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നാളെ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആയതിനാൽ തന്നെ കാര്യപ്പെട്ട മഴയില്ല. പക്ഷേ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ് കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ ജില്ലയിലും അതുപോലെ തന്നെ മലയോര മേഖലകളും വടക്കൻ മേഖലകളിലെല്ലാം തന്നെ ഉള്ളത്. നിലവിൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം. വിനോദ്, അതെ, കാലവർഷം ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. വടക്കൻ കേരളത്തിലാണ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യാദാസ്.